വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. കേസിൽ അറസ്റ്റിലായ ശേഷം പലപ്പോഴും പ്രതി ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുള്ള സുരക്ഷാ ക്രമീകരണമോ നിരീക്ഷണമോ അഫാന് ഉണ്ടായിരുന്നില്ല. ഇതാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമായി മാറിയത്. സെല്ലിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രതി ഫോൺ ചെയ്യാൻ പോയപ്പോഴായിരുന്നു ആത്മഹത്യാശ്രമം നടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പോലീസ് ആദ്യ കുറ്റപത്രം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. പ്രതി അഫാന്റെ പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന്റെ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. പാങ്ങോടുള്ള മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയാണ് അഫാൻ കൊലപാതക പരമ്പരയിൽ തുടക്കമിട്ടത്. തുടർന്ന് മറ്റു 4 പേരെ കൂടി കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പാങ്ങോട് CI ജിനേഷ് ആണ് കുറ്റപത്രം സമർപ്പിച്ചത്. അടുത്ത ദിവസമാണ് അഫാന്റെ ആത്മഹത്യാശ്രമം ഉണ്ടായത്. അത്യാസന്ന നിലയിലാണ് അഫാൻ നിലവിൽ ചികിത്സയിലുള്ളതെന്നാണ് റിപ്പോർട്ട്. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ കഴുത്തിൽ ഷാൾ കുരുക്കുകയായിരുന്നു. പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തത്. ഒരിക്കലും അഫാനോട് ക്ഷമിക്കില്ല. എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അവനെ എനിക്ക് കാണണ്ട. ദുഃഖവും നിരാശയും കലർന്ന ഭാഷയിൽ കരഞ്ഞുകൊണ്ട് അഫാന്റെ അമ്മ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. കൊടും ക്രൂരത കാട്ടിയ അഫാനോട് അച്ഛനും പുറത്തില്ല. സംഭവത്തിൽ അറസ്റ്റിലായി ആദ്യം ജയിലിലെത്തുമ്പോൾ തന്നെ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ പറഞ്ഞിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി കുറ്റിമൂട്ടിലെ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ച് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് 1.5 മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ഷെമി ഇപ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇളയ മകൻ മരിച്ച വിവരവും മൂത്ത മകന്റെ ക്രൂരതകളും ബന്ധുക്കൾ ഷെമിയെ അറിയിച്ചത്. ഫെബ്രുവരി 24-നാണ് ദുരന്തമുണ്ടാകുന്നത്. അന്ന് 3 പേർക്ക് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കണമായിരുന്നു. അഫാൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കേണ്ട ദിവസമായിരുന്നു. കൂടാതെ ബന്ധുവായ സ്ത്രീക്ക് 2 ലക്ഷവും ജപ്തി ഒഴിവാക്കാൻ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ വായ്പ തിരിച്ചടയ്ക്കേണ്ടതും അന്നായിരുന്നു. സംഭവം നടന്നതിന്റെ തലേ ദിവസവും അന്നും അഫാന് തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു. 2 ദിവസവും അഫാൻ അസ്വസ്ഥനായാണ് പെരുമാറിയതെന്നും ഷെമി പറയുന്നുണ്ട്. സംഭവം നടക്കുന്ന ദിവസം വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും മാനേജർ വന്നിരുന്നു. വായ്പ തിരികെ അടച്ചില്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമെന്നും വീട് ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാനേജരോട് കയർത്ത് സംസാരിച്ച അഫാൻ അവരെ മർദ്ദിക്കാനും തുനിഞ്ഞു. എന്നാൽ താൻ തടഞ്ഞതുകൊണ്ട് സംഘർഷം ഒഴിവായത്. കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ കടമുണ്ട്. ലോൺ എടുത്തതും പലരിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിയതുമാണ്. സാമ്പത്തിക ബാധ്യത വന്നപ്പോഴും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണമെന്ന് മക്കളോട് പറഞ്ഞിരുന്നില്ല. വസ്തുക്കൾ വിറ്റ് കടം തീർക്കാമെന്ന് അഫാനോട് പറയുമായിരുന്നു. വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഷെമി പറയുന്നുണ്ട്. അഫാനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. എനിക്ക് ഓർമ്മയില്ലാതെ പോയതുകൊണ്ടാണ് അന്ന് അങ്ങനെയെല്ലാം നടന്നത്. ബോധം ലഭിച്ചപ്പോൾ പോലീസുകാർ വാതിലടയ്ക്കുന്നതാണ് കാണുന്നത്. അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകിയെന്ന് സംശയമുണ്ട്. ഫർസാനയുമായി 2 വർഷമായി അടുപ്പമായിരുന്നതായും അഫാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഷെമി പറയുന്നുണ്ട്.